നമ്മുടെ സഭ നൂറ്റാണ്ടുകളായിട്ട് പല വിവിധ സംഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവയെല്ലാം അതിജീവിച്ച് സഭ മുന്നേറുകയാണ്. ഇന്ന് നമ്മുടെ സിറോ മലബാർ സഭ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും ഇന്ന് തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു വലിയ സഭയായിട്ട് അംഗസംഖ്യയിൽ വലുതല്ലെങ്കിലും ജീവിത സാക്ഷ്യത്തിലൂടെ വലിയൊരു സഭയായി, ശക്തമായ സഭയായിട്ട് മുന്നേറിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ദൈവത്തിന്റെ വലിയൊരു പരിപാലനമാണത്. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ സഭയെ വളർത്തിയ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കാം. നമ്മളെല്ലാവരും പങ്കാളികളാണ്. ഒരു കുടുംബം അതിൽ പങ്കാളിയാണ്. കുടുംബത്തിന്റെ ഭദ്രതയാണ് സഭയുടെ ഭദ്രത എന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മുടെ സഭയിലൂടെയാണ് ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. ഇതിലൂടെയാണ് സഭയെ കർത്താവ് സ്ഥാപിച്ചത്. ആ സഭയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ സഭയെ സ്നേഹിക്കുവാനും ആ സഭയെ അനുസരിക്കുവാനും ആ സഭ കാണിച്ചു തരുന്ന വഴിയോടെ തന്നെ സഞ്ചരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. ഈ അവസരത്തിൽ ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്ത് അധികമായിട്ട് 12 വർഷക്കാലം നമ്മുടെ സഭയെ നയിച്ച് പരിപാലിച്ചു കൊണ്ടിരുന്ന നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്, സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് വടഞ്ചേരി പിതാവിനെ പറ്റി നന്ദിപൂർവ്വം നമുക്ക് ഓർക്കാം. അദ്ദേഹത്തിന്റെ സഭാ തലവൻ, സഭയുടെ പിതാവ് തലവൻ വന്ന് ആ ശുശ്രൂഷ പദവിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. നമ്മൾ എല്ലാവരും ആ വാർത്ത കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ നന്ദിപൂർവ്വം പിതാവിനെ ഓർക്കാം. കാരണം ഈ കാലഘട്ടം വളരെ സംഘർഷഭരിതമായിരുന്നത് യാതൊരു സംശയവുമില്ല. സഭാതലത്തിലെ സമൂഹത്തിൽ വളരെയധികം ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ സഭ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആടി ഉടഞ്ഞ് മറിഞ്ഞു വീഴുമോ എന്നൊക്കെ സംശയിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് സഭയെ സംബന്ധിച്ചോളം ഈ കാലഘട്ടം. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ സഭാ നയികയെ ധീരമായി നയിച്ച സഭാ തലവനാണ്, സഭാപിതാവാണ് അഭിമന്യ ആർജേലി പിതാവ്. അദ്ദേഹം ഏതാനും വർഷം മുമ്പ് തന്നെ പരിശുദ്ധാവിന് രാജി സമർപ്പിച്ചിരുന്നു എന്ന കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. സിനഡിന് നേരത്തെ അറിയാമായിരുന്നു. അദ്ദേഹം 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജി സമർപ്പിച്ചു. താൻ രാജിവെക്കാൻ സന്നദ്ധനാണ്, അതിനെ അനുവദിക്കണം എന്ന പരിശുദ്ധാവിനോട് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ആ കാര്യം സിനഡിന്റെ അഭിപ്രായം മനസ്സമാസിൽ നിന്ന് ചോദിച്ചു. സിനഡ് അത് ചർച്ച ചെയ്തപ്പോൾ പിതാവ് ഇപ്പോൾ രാജിവെക്കരുത് എന്നുള്ള ഏകണ്ഠമായ അഭിപ്രായമാണ് സിനഡിൽ നിന്നുണ്ടായത്. അങ്ങനെയാണ് രാജി സ്വീകരിക്കാതെ മാർപ്പാപ്പ പിതാവിനെ ആ പദവിയിൽ തുടരാൻ നിയോഗിച്ചത്. വീണ്ടും പിതാവ് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടു, തനിക്ക് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു, അനുവദിക്കണമെന്ന്. ആ രീതിയിൽ അത് വീണ്ടും കുറേ കാലം കൂടി കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ പരിശുദ്ധാവ് രാജി സ്വീകരിച്ചു. ഒരു മേജർ ആർച്ച് ബിഷപ്പിന്, സഭയുടെ തലവൻ എന്ന നിലയിൽ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ വിരമിക്കാൻ പ്രത്യേക പ്രായപരിധിയൊന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ മരണം വരെ തുടരാവുന്നതാണ്. സഭയുടെ തലവന്മാരുടെ പ്രത്യേകമായ ആനുകൂല്യമാണ്. അങ്ങനെ വേണമെങ്കിൽ അദ്ദേഹം തുടരാമായിരുന്നു, മരണം വരെ തുടരാമായിരുന്നു. പക്ഷേ ആ പദവിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കാൻ തന്റെ ആരോഗ്യപരമായ കാരണങ്ങളാലും പ്രായത്തിന്റെ ക്ലേശങ്ങളാലും ഒക്കെ അദ്ദേഹം രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം തന്റെ സ്വന്തം മനസാക്ഷി അനുസരിച്ച് ആ രാജിയെ സമർപ്പിച്ച് അതിപ്പോൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അതേക്കുറിച്ച് ഒരുപക്ഷെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതേക്കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ വിധേയപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. പിതാവിന്റെ ഞാൻ സൂചിപ്പിച്ചു, പിതാവിന്റെ കാലഘട്ടം സഭയുടെ വളർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു. ഒരു സഭാ മേലധ്യക്ഷന്റെ, ഒരു മെത്രാന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസ പൈതൃകം സംരക്ഷിക്കുക എന്നതാണ്. അതിനേക്കാൾ ഭാരപ്പെട്ട ഒരു ദൗത്യം ഒരു മെത്രാൻ ചെയ്യാനില്ല. കാരണം സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് അതിന്റെ വിശ്വാസ പൈതൃകമാണ്. ആ വിശ്വാസം അതെങ്കിലും സംരക്ഷിക്കുക, ആ വിശ്വാസത്തിന്റെ അധീനങ്ങളെ പരിശീലിപ്പിക്കുക, അത് കൈമാറുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ദൗത്യം. ആ അർത്ഥത്തിൽ സിറോ മലബാർ സഭ
ലോകമെങ്ങുമായി വ്യാപിച്ചിരിക്കുന്ന സിറോ മലബാർ സഭയിലെ ദൈവ ജനത്തിന്റെ ആ വിശ്വാസ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നും അഭിമന്യാഞ്ജലി പിതാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിനുവേണ്ടി ഞാൻ സ്ഥാനം ഏറ്റെടുത്ത നാൾ മുതൽ അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. വിശ്രമമില്ലാതെ അദ്ദേഹം പരിശ്രമിക്കുകയായിരുന്നു. ഈ ലോകമെങ്ങും സഞ്ചരിക്കുകയായിരുന്നു. തന്റെ വാർദ്ധക്യം, തന്റെ ശാരീരികമായ ക്ലേശങ്ങൾ പോലും വകവയ്ക്കാതെ നിരന്തരം അദ്ദേഹം ഓടി നടന്ന് അധ്വാനിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഇന്ന് ഈ സഭ കേരള സഭ എന്ന പേരും മാറ്റി ഭാരതസഭയ്ക്കും അപ്പുറത്ത് ആഗോള സഭയായി വളരുവാൻ കാരണം. മറ്റു ഭൂഖണ്ഡങ്ങളിലും ഈ സഭയുടെ രൂപതകൾ സ്ഥാപിക്കാനിടയായതും അവിടെയൊക്കെ അഭയാർത്ഥികളായി അല്ലെങ്കിൽ പ്രവാസികളായി കഴിയുന്ന സിറോ മലബാർ സഭയുടെ മക്കൾക്ക് വേണ്ടി അഭിവാദനപരമായ ശുശ്രൂഷ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇടയായതുമൊക്കെ പിതാവിന്റെ നിസ്തരമായ ഈ പരിശ്രമത്തിന്റെ ഫലമാണ്. അതൊക്കെ നന്ദിപൂർവ്വം നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ ഒരു സഭയുടെ പൈതൃകത്തിൽ വിശ്വാസ പൈതൃകം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആരാധനാക്രമമാണ്. വിശ്വാസത്തിന്റെ ആഘോഷമാണ് സഭയുടെ ആരാധനാക്രമം. ആ ആർക്കെങ്കിലും ഇഷ്ടംപോലെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒന്നല്ല. ആ സഭയിൽ പരമ്പരാഗതമായിട്ട് സ്ഥിരമായ കാലം തന്നെ കൈമാറപ്പെടുന്ന ഒരു ദൈവിക പൈതൃകമാണ് സഭയുടെ ആരാധനാക്രമം എന്ന് പറയുന്നത്. അത് സംരക്ഷിക്കുവാൻ മെത്രാന് പൂർണ്ണമായി ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധ സിംഹാസനത്തിന്റെ റോമാ മാർപ്പാപ്പായുടെ ആ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് ഈ ആരാധനാ പൈതൃകം സംരക്ഷിക്കുന്ന ഓരോ സഭയ്ക്കും ഓരോ സഭയുടെ മെത്രാന്മാർക്കും പ്രത്യേകിച്ച് തലവിലും ചുമതലയുണ്ട്. ആ ചുമതല ഭംഗിയായി വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ആനന്ദി പിതാവ് ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവര് അതിലേക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവാം, അങ്ങനെയുള്ള അസ്വസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിന്റെ ഒന്നും മുന്നിൽ പതറാതെ ധീരമായിട്ട് സഭയെ നയിക്കുവാനും പിതാവ് കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. ഒക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകളിൽ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ഈ സഭയെ ധീരമായി നയിച്ചു, സഹിച്ചു. സകലത്തിന്റെ ദാസനായിരുന്നു സകലത്തിന്റെ ദാസനായിരുന്നു. പക്ഷേ തന്നെ വേദനിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അനേകരിലൂടെ ആ സംഭവങ്ങൾ അരങ്ങേറിയപ്പോഴൊന്നും യാതൊരു പ്രതികാര ചിന്തയുമില്ലാതെ, ആരോടും വിദ്വേഷം നടത്താതെ, വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കാതെ എല്ലാം സംയമനത്തോടെ നേരിടുകയും പ്രാർത്ഥനയിൽ ശക്തിയാർജിച്ച് സഭയെ നയിക്കുകയും ചെയ്യുകയായിരുന്നു അഭിയന്റെ പിതാവ്. ഈ കാലഘട്ടത്തിലാണ് സഭയുടെ ആരാധനയ്ക്ക് വലിയൊരു വളർച്ചയുണ്ടായത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആരാധനാ പൈതൃകത്തിന്റെ പല ഘടകങ്ങളും പണ്ട് തന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ ചരിത്രത്തില് ഒരു പുതിയ അധ്യായം എത്തിച്ചേർത്തയാണ് ആനന്ദി പിതാവ്. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആരാധനാ പൈതൃകത്തിൽ വളരെയേറെ കാര്യങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ റോമാ സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് പുനഃസ്ഥാപിക്കുവാൻ ആനന്ദി പിതാവിന്റെ നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഒരുപക്ഷെ ഇതൊക്കെ ആശയപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കാം. പക്ഷേ അതല്ല സഭയുടെ പ്രമാണം. സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങള് വിശ്വസ്തപൂർവ്വം പാലിച്ച് നടപ്പിലാക്കാവുന്നതാണ് സഭ ആചാര്യന്മാരുടെ ദൗത്യം. അതനുസരിച്ച് അത് നിർവഹിക്കുവാൻ ആന്തരിക പ്രധാന സാധിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ സകലം തീർച്ചയായിട്ടും സഭയുടെ വളർച്ചയ്ക്ക് നിദാനമായി യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അധികാരന്ന ശുശ്രൂഷയെ നന്ദിയോടെ ഓർക്കാം, കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഇനിയും തനിക്ക് കഴിയുന്ന രീതിയിൽ സഭയുടെ നന്മയ്ക്ക് വളർച്ചയ്ക്കൂടെ പ്രയത്നിക്കാൻ അദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരെയും ഈ നാളെ പ്രധാന തിരുനാൾ ദിവസമാണ്. നമുക്ക് കൂടുതലായിട്ട് മറിയത്തിന്റെ മധ്യസ്ഥത തേടാം. ഈ